ഹായ് ഡിയേഴ്സ്, വ്ളോഗ്സ് ഓഫ് ഫാർമോടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എക്സിമ ഓർ അട്ടോപിക് ഡെർമറ്റൈറ്റിസ് എന്ന അസുഖത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറിനെ കുറിച്ചുള്ള റിവ്യൂ ആണ് ഞാനിന്ന് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അതിനും എന്താണ് എക്സിമ എന്ന് ഞാൻ നിങ്ങൾക്ക് ചെറുതായി പറഞ്ഞുതരാം. പലതരം കാരണങ്ങൾക്കുണ്ട്. ചിലപ്പോൾ അതൊരു എൻവിറോൺമെൻറ്റൽ ഫാക്ടറാകാം, അതായത് ചൂടുള്ള കാലാവസ്ഥ, തണുത്ത കാലാവസ്ഥ, ചിലവർക്ക് ഡസ്റ്റിനോടുള്ള അലർജി, ചിലവർക്ക് ഡ്രൈ സ്കിൻ ആവുക, ചിലവർക്ക് ഡിറ്റർജൻറ്റ്, സോപ്പ് ഇതിനോടുള്ള അലർജി, അങ്ങനെ പലതരം കാരണങ്ങൾ കൊണ്ട് സ്കിന്നിൻ്റെ ബാരിയർ ഡാമേജ് ആവുകയും അതുവഴി സ്കിന്നിലുള്ള മോയ്സ്ചറൈസർ നഷ്ടമാവുകയും സ്കിന്നിലേക്ക് ബാക്ടീരിയ, വൈറസുകൾ കടന്നു വരികയും അതുവഴി സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെറിയ ചെറിയ പാടുകളായി വിണ്ട് കീറുകയും സ്കിൻ ഡ്രൈ ആവുകയും ചെയ്യുന്ന ഒരു കണ്ടീഷൻ പറയുന്ന പേരാണ് എക്സീമ. എക്സീമ എന്ന അസുഖം 100% ചികിത്സിച്ച് ഭേദമാക്കുക എന്നത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്തും നന്നായി ശ്രദ്ധിച്ചാൽ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്ന ഒരു അസുഖം കൂടിയാണ് എക്സീമ. എക്സീമയുടെ ഫസ്റ്റ് ലൈൻ ട്രീറ്റ്മെൻറ്റുകൾ എപ്പോഴും ഒരു സ്കിൻ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യുക. ഡോക്ടർ നിങ്ങൾക്ക് സ്റ്റീറോയിഡ് ക്രീമുകളോ ആൻറ്റി അലർജിക്കായ മെഡിസിനുകളോ ആൻറ്റി അലർജിക്കായ ക്രീമുകളോ നിർദ്ദേശിക്കുന്നതാണ്. നിങ്ങൾ പതിവായി അത് ഉപയോഗിക്കുക. എക്സീമയുടെ സിംറ്റംസ് കുറഞ്ഞതിന് ശേഷം ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു മെഡിസിൻ സ്റ്റോപ്പ് ആക്കുകയും നിങ്ങൾ പതിവായി മോയ്സ്ചറൈസർ യൂസ് ചെയ്ത് എക്സിമ കൺട്രോൾ ആക്കി കൊണ്ടുപോകാൻ ശ്രമിക്കുകയും ചെയ്യേണ്ടതാണ്. കാരണം സ്റ്റീറോയിഡ് ക്രീമുകളും ആൻറ്റി അലർജിക്കായ ടാബ്ലറ്റുകളും പതിവായി ഉപയോഗിക്കുന്ന കാരണം സൈഡ് എഫക്റ്റുകൾ നിരവധിയാണ്. എന്നാൽ മോയ്സ്ചറൈസറിൽ സൈഡ് എഫക്റ്റുകൾ ഒട്ടും തന്നെ ഇല്ല എന്നാണ് അതിൻ്റെ ഒരു പ്രത്യേകത. നല്ലൊരു മോയ്സ്ചറൈസർ യൂസ് ചെയ്യുന്ന വഴി സ്കിന്നിലുള്ള ഈർപ്പം നിലനിർത്തുകയും അതുവഴി സ്കിന്നിലേക്ക് ബാക്ടീരിയ, വൈറസുകൾ കടന്നു വരാനുള്ള സാധ്യത കുറയ്ക്കുകയും സ്കിൻ ഡ്രൈ ആയി വരണ്ട് പൊട്ടുന്നത് തടയുകയും അതുവഴി സ്കിന്നിലുണ്ടാകുന്ന അലർജി കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ എക്സിമയ്ക്ക് നല്ലൊരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് അനിവാര്യമായൊരു കാര്യമാണ്. നിങ്ങൾ മോയ്സ്ചറൈസർ യൂസ് ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. ഒരു ദിവസം 2 മുതൽ 3 നേരം വരെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. എപ്പോഴാണ് ഒരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. കുളി കഴിഞ്ഞ് 2 മിനിറ്റിനുള്ളിൽ തന്നെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടതാണ്. ദിവസത്തിൽ 2 മുതൽ 3 പ്രാവശ്യം വരെ അപ്ലൈ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സിമയ്ക്ക് ഉപയോഗിക്കുന്ന മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴും കട്ടി കൂടിയ ടൈപ്പ്, ക്രീം ടൈപ്പോ അല്ലെങ്കിൽ ബാം ടൈപ്പോ ആയിരിക്കണം. അതുപോലെ തന്നെ മണമുള്ള മോയ്സ്ചറൈസർ എപ്പോഴും എക്സിമയുടെ സിംറ്റംസ് കൂടാനേ ഉപകരിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എക്സിമയുടെ മോയ്സ്ചറൈസർ തിരഞ്ഞെടുക്കുമ്പോൾ മണമില്ലാത്തതും ഹൈപ്പോ അലർജിക്, അതായത് അലർജി ഉണ്ടാക്കുന്ന തരത്തിലും അലർജി കുറക്കുന്ന തരത്തിലുമായ മോയ്സ്ചറൈസർ വേണം എപ്പോഴും ചൂസ് ചെയ്യാൻ. ബയോഡെർമയുടെ അറ്റോഡം ഇൻറ്റൻസീവ് ബൗം എന്ന പ്രൊഡക്റ്റ് ഈ എല്ലാ പ്രത്യേകത അടങ്ങിയതാണ്. അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റിലേക്ക് വരാം. ഫ്രാൻസിൽ നിന്നുള്ള ഒരു മികച്ച കമ്പനിയായ ബയോഡെർമയുടെ എക്സിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ബയോഡെർമ അറ്റോഡം ഇൻറ്റൻസീവ് ബൗം. ഇത് നോൺ സ്റ്റിക്കാണ്, അതായത് ശരീരത്തിൽ ഒട്ടിപ്പിടിക്കാത്ത ടൈപ്പാണ്. അതുപോലെ ഹൈപ്പോ അലർജിക്കാണ്, അലർജി കുറക്കുന്ന ഒരു മോയ്സ്ചറൈസറാണ്. അതുപോലെ തന്നെ ഇതൊരു ബാം ടൈപ്പാണ്, കുറച്ച് കട്ടുകൂടിയ ടൈപ്പും. എക്സിമയ്ക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ നല്ല ഡ്രൈ സ്കിന്നായ ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ലൊരു മോയ്സ്ചറൈസറാണ് ബയോഡെർമ അറ്റോഡം ഇൻറ്റൻസീവ് ബൗം. നവജാത ശിശുക്കൾ മുതൽ മുതിർന്നവർ വരെ എല്ലാവർക്കും സേഫായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസർ കൂടിയാണിത്. നിങ്ങൾ പ്രഗ്നൻറ്റോ അല്ലെങ്കിൽ മുലയൂട്ടുന്ന അമ്മമാരോ അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും അസുഖത്തിന് മരുന്ന് കഴിക്കുന്നവരോ ആണെങ്കിൽ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം വാങ്ങി ഉപയോഗിക്കാൻ ശ്രമിക്കുക. കമ്പനി സേഫാണെന്ന് അവകാശപ്പെടുന്നുണ്ടെങ്കിലും എപ്പോഴും ഒരു ഡോക്ടറുടെ നിർദ്ദേശം നേടുന്നത് ഉചിതമാണ്. ഫേസ് മുതൽ ബോഡി വരെ എല്ലാ ഭാഗത്തെയും മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ദിവസത്തിൽ 2 മുതൽ 3 നേരം വരെയാണ് ഈ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ടത്. ഇത്രയൊക്കെ പ്രത്യേകതയുള്ള അറ്റോഡം ഇൻറ്റൻസീവ് ബൗമിൻ്റെ ഇൻഗ്രീഡിയൻറ്റുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കുറേ അധികം ഇൻഗ്രീഡിയൻ്റ് അടങ്ങിയിരിക്കുന്നതിൽ കുറച്ച് മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞു തരുന്നത്. സ്കിന്നിലെ ഡിസ്കംഫർട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ബീറ്റാ സിറ്റോസ്റ്റെറോൾ എന്ന മെഡിസിനും സ്കിന്നിലുള്ള ബാക്ടീരിയകൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സിങ്ക് ഗ്ലൂക്കോണേറ്റും അതുപോലെ തന്നെ സ്കിന്നിലുള്ള ചൊറിച്ചിലുകൾ ഒഴിവാക്കാൻ വേണ്ടി പാൽമിറ്റമൈഡും സൺഫ്ലവർ ഓയിൽ, അതുപോലെ തന്നെ മോയ്സ്ചറൈസർ നിലനിർത്താൻ വേണ്ടി ഗ്ലിസറിൻ, ഇതൊക്കെയാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന മെയിനായിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റുകൾ. ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ഈ ഒരു പ്രൊഡക്റ്റ് അവൈലബിൾ ആണ്. കുറച്ച് എക്സ്പെൻസീവ് ആണ്. 75 ബോട്ടിലിന് 700 മുതൽ 800 രൂപ വരെ, 200 ബോട്ടിലിന് 1500 മുതൽ 1600 രൂപ വരെയാണ് ഓൺലൈനിലുള്ള പ്രൈസ്.
എന്നാലും ആദ്യ യൂസിൽ തന്നെ നല്ലൊരു മാറ്റം കാണുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ബയോഡെർമ അറ്റോഡം ഇൻറ്റൻസീവ് ബാവും. അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തട്ടെ. ഒരു മോയ്സ്ചറൈസർ ഉപയോഗിക്കുന്നത് കൊണ്ട് മാത്രം എക്സിമ കൺട്രോളായി കൊണ്ടുപോകാൻ പറ്റില്ല. കാരണം പലതരം ട്രിഗർ ഫാക്ടറുണ്ട് എക്സിമക്ക്. ചില ആൾക്കാർക്ക് ഡസ്റ്റിനോടുള്ള അലർജി, ചില ആൾക്കാർക്ക് ഡ്രൈ സ്കിന്നിനോടുള്ള അലർജി, ചില ആൾക്കാർക്ക് ഡിറ്റർജൻറ്റിനോടുള്ള അലർജി, ചില ആൾക്കാർക്ക് സോപ്പിനോടുള്ള അലർജി, ചില ആൾക്കാർക്ക് കാലാവസ്ഥയോടുള്ള അലർജി, ചില ആൾക്കാർക്ക് ജനറ്റിക് ഫാക്ടർ ആയിരിക്കാം. നിങ്ങൾക്ക് എന്താണ് അലർജിയുടെ കാരണങ്ങൾ, എന്തുകൊണ്ടാണ് നിങ്ങളുടെ അലർജി എക്സിമ മുറിച്ചിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയാണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് അവോയ്ഡ് ആവുന്നത് നിങ്ങളുടെ എക്സിമ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ പറ്റാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ കൂടെ തന്നെ നല്ലൊരു മോയ്സ്ചറൈസർ കൂടി നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ ഒരു ചെറിയ ടിപ്സ് കൂടി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. എക്സിമയുടെ മെയിനായിട്ടുള്ളൊരു പ്രശ്നം എന്ന് വെച്ചാൽ ചൊറിച്ചിൽ തന്നെയാണ്. നമ്മൾ ഫ്രീ ആയി നിൽക്കുന്ന ടൈമിൽ സ്കിന്നിൽ ചൊറിച്ചിൽ അനുഭവപ്പെടുക, ചൊറിഞ്ഞ് വരണ്ട് മുറിഞ്ഞ് കീറുക, അതുപോലെ തന്നെ ഉറക്കത്തിൽ അനുഭവപ്പെടുന്ന ചൊറിച്ചിൽ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നഖം എപ്പോഴും നിങ്ങൾ വൃത്തിയായി വെട്ടി സൂക്ഷിക്കേണ്ടതാണ്, നല്ല സ്മൂത്തായി സൂക്ഷിക്കേണ്ടതാണ്. അതുവഴി ചൊറിച്ചിൽ വഴി ഉണ്ടാകുന്ന മുറിവുകൾ ഒഴിവാക്കാൻ നമുക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും ഒരു ജോലിയിൽ മുഴുകിയിരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ചൊറിയാനുള്ള ഒരു ടെൻഡൻസി, പ്രവണത കുറയുന്നതാണ്. അതായത് എന്തെങ്കിലും ഒരു വർക്കിൽ നിങ്ങൾ സ്ഥിരമായിട്ട് മുഴുകിയിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു വർക്കിലേക്ക് കോൺസെൻട്രേഷൻ പോവുകയും അതുവഴി എക്സിമയുടെ ചൊറിച്ചിലുകൾ എന്നുള്ള പ്രവണത ടെൻഡൻസി കുറയുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ബയോഡെർമയുടെ തന്നെ സ്കിന്ന് ഡ്രൈ ആകാൻ നിൽക്കാൻ വേണ്ടിയിട്ട് ബയോഡെർമയുടെ അറ്റോഡം ഇൻറ്റൻസീവ് പെയിൻ എന്ന പേരിലൊരു സോപ്പ് വരുന്നുണ്ട്. നിങ്ങൾ മണമുള്ളതായ സോപ്പുകൾ ഉപയോഗിക്കുന്നതോ അല്ലെങ്കിൽ കെമിക്കൽ അടങ്ങിയ സോപ്പുകൾ ഉപയോഗിക്കുന്നതോ എക്സിമ കൂടാൻ മാത്രമേ കാരണമാവുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ എക്സിമക്ക് സോപ്പുകൾ നിങ്ങൾ പകരം ഉപയോഗിക്കേണ്ടതാണ്. ബയോഡെർമയുടെ അറ്റോഡം ഇൻറ്റൻസീവ് പെയിൻ നല്ലൊരു സോപ്പാണ്. അത് സ്കിൻ ഡ്രൈ ആവാതെ സൂക്ഷിക്കുകയും അതേപോലെ അലർജി ഇല്ലാതെ സൂക്ഷിക്കുകയും അലർജി കുറയ്ക്കുകയും ചൊറിച്ചിൽ കുറയ്ക്കുകയും ചെയ്യുന്ന ബയോഡെർമയുടെ തന്നെ വേറൊരു പ്രൊഡക്റ്റാണ് ബയോഡെർമ അറ്റോഡം ഇൻറ്റൻസീവ് പെയിൻ. അവരുടെ തന്നെ ബയോഡെർമ അറ്റോഡം ക്ലെൻസിങ് ജെല്ല് കൂടിയുണ്ട്. നിങ്ങൾ ബോഡി വാഷൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അതിന് പകരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് കൂടിയാണ് ബയോഡെർമയുടെ അറ്റോഡം ഇൻറ്റൻസീവ് പെയിൻ. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഞാൻ എൻ്റെ കോൺടാക്ട് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിലും ഉപകാരപ്പെടുകയാണെങ്കിലും നിങ്ങൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മടിക്കരുത്. ഓക്കെ, താങ്ക് യു.